ഒരു എന്റെ പ്രായത്തുള്ള ഒരാള്, അപാര കഴിവുള്ളൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ കൊള്ള നോക്കുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല, അപാര കഴിവ് ടേപ്പാണ് ആ മനുഷ്യൻ. ഒരു കമ്പ്യൂട്ടർ എന്നാ പറയാ. ആ മനുഷ്യൻ എന്ത് നല്ല പ്രഭാഷകനറിയോ, നല്ല ദർസ് നടത്തും, നല്ല വഅദ് പറയും, നല്ല എഴുത്തെടുത്തുന്ന ആളാണ്. കോളേജ് വിട്ടിട്ട് ഒരു കൊല്ലായപ്പോഴേക്കും 8-10 സ്ഥലത്ത് ജോലി ചെയ്തു. അങ്ങക്ക് റാഹത്ത് ചെയ്തുകൊണ്ടോ? അങ്ങക്ക് ഒരു ഉസ്താദ് ഒരു കൊല്ലം 10 സ്ഥലത്തുന്ന അത് അനുഗ്രഹമായിട്ട് കാണ്ടങ്ങള് ഒന്ന് മൂടി. അങ്ങക്ക് എന്താണ് നോക്കിങ്ങള്, ഒരു ഉസ്താദ് 10 സ്ഥലത്തേക്ക് ഒരു കൊല്ലം, അതൊക്കെ ഒരു ശൂമത്ത. ഇതിങ്ങനെ പായച്ച ഓന്തുമോടന്. അപ്പൊ ഞാൻ ഈ സഹോദരനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാ ചെയ്യണ്? നിങ്ങൾ ഇങ്ങനെ ഓന്തുമോട് ഇങ്ങനെ പായന്നെ. അപ്പൊ ഇയാളെന്നോട് പറയാ, സലാം മുസ്ലിയാരെ, ഞാന് എന്താവോ ആരും ഞാൻ ഒന്നും ചെയ്യണില്ല. ഞാൻ മഹല്ല് 2 ആഴ്ച നിൽക്കുമ്പോഴേക്കും ഒന്നിക്ക് കമ്മിറ്റിക്കാർക്ക് എന്നെ കണ്ടുകൂടാ, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടാ, ഞാൻ പോണ്ടി വരികയാണ്. അവരെന്നെ ഒഴിവാക്കുകയാണ്, ഞാൻ പോകുകയല്ല, എന്നെ ഒഴിവാക്കുകയാണ്. അയാൾ എന്നോട് പറഞ്ഞു, ഒരു വിസക്ക് കൊടുത്തിട്ടുണ്ട്, ഗൾഫ് പോകാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ മനുഷ്യൻ പരിചയമുള്ള ആളാ. ഇയാൾ ഗൾഫിൽ പോയി 1.5 കൊല്ലം കഴിഞ്ഞിട്ട്, ഞാൻ വയത് പറയട്ടാ, നല്ല വയതിപ്പോ പറയാൻ തുടങ്ങുകയാണ്, ഇതൊന്ന് കേട്ടിട്ട് നമുക്കാണ് പറയാം. അപ്പോ 1.5 കൊല്ലം കഴിഞ്ഞ് ഇയാള് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോ ഞാൻ ചോദിച്ചു, ഈ വഅദും ദർസൊക്കെ മുടക്കിയ അറബികളെ ഡാഷ്, ഞാൻ പറയാം, നിങ്ങൾ എന്ത് മനുഷ്യനാ? അപ്പൊ ഇയാളിനോട് പറഞ്ഞു, സലാം മുസ്ലിയാരെ, അൽഹംദുലില്ലാഹ്, ഗൾഫിൽ കുത്തുബ്ഖാനയില് കിതാബ് എടുത്തു കൊടുക്കുന്ന പണിയാണ് എനിക്ക് കയറും. അപ്പൊ ഞാനും അൽഹംദുലില്ലാ പറഞ്ഞു, ഇയാളും അൽഹംദുലില്ലാ പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യന് ഗൾഫിലേക്ക് 2ാമത് പോയി. അപ്പൊ ഞാൻ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഗൾഫിൽ ചെല്ല. ഒരു കുട്ടിയുടെ പ്രവർത്തകന്റെ കൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരാളെ റോഡരികിൽ അടിച്ചു വരുന്നത് കണ്ടു. ഇത് പ്രിയപ്പെട്ട ഉമ്മമാര്, എന്റെ പെങ്ങന്മാരൊന്ന് വീക്ഷിക്കണം. ഒരു മനുഷ്യൻ, നല്ല പരിചയമുള്ള മുഖം, നല്ല താടി വെച്ച നല്ല പരിചയമുള്ള മനുഷ്യൻ. ഞാൻ വാഹനം നിർത്തിച്ചു. നോക്കുമ്പോ ഈ മനുഷ്യനാ. ഞാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പോയി. ഇയാളൊരു പിടുത്തന്ന്, ഇയാളുടെ ഡ്രസ്സ് നമ്മുടെ ഡ്രസ്സൊക്കെ ഒരു വഴിക്കായി, അയാളുടെ ഡ്രസ്സ് അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കുത്തുബ്ഖാനയില് കിതാബ് എടുത്തു കൊടുക്കണ പണിയെന്നല്ല പറഞ്ഞത്. അപ്പൊ ഈ മനുഷ്യനോട് പറയാ, എന്റെ വേദന ഞാൻ പറഞ്ഞു തീർത്തതാണ്. ഗൾഫില് നല്ല ഓഫീസിലേക്ക് കൊണ്ടുവന്നതാണ്. വന്നത് മുതല് ഞാൻ ഇവിടെ ഈ പണി എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, അയാളെ മുഖത്തോക്കിയിട്ട്, മനുഷ്യ, എന്തോ ഒരു പന്തികേട് നിൽക്കുന്നുണ്ട്, എന്തോ ഒരു മോശത്തെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉമ്മാനെ കരയിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ ആ മനുഷ്യനോട് പറഞ്ഞു, ഇല്ല, എൻ്റെ ഉമ്മ പാവാണ്, എൻ്റെ ഉപ്പാനെ അത്രയും കരയിപ്പിച്ചിട്ടില്ല, സാധുവാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെ മദ്രസിലും ദുർസിലൊക്കെ പഠിപ്പിച്ചിരുന്ന ഉസ്താദുമാരെ നിങ്ങൾ കരയിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ ഇയാളെന്നോട് പറയാ, ഇല്ല സലാം മുസ്ലിയാരെ, ഒരൊറ്റ ഉസ്താദിനെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടെ താഴോട്ടിറങ്ങി, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വല്ല ടീച്ചർമാരെ മാഷുമാരെ നിങ്ങൾ കരയിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ ഈ മനുഷ്യനെങ്ങനെ മരം പോലെ തരിച്ചു നിൽക്കുക. എന്നിട്ട് ആളിനോട് പറയാ, ഞാൻ 5-ലോ 6-ലോ പഠിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ടീച്ചറെ കരയിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഒരു പൊട്ടുവെച്ച ഒരു ഹൈന്ദവ സഹോദരിയാ. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ടീച്ചർ എന്താ നിങ്ങൾ പറഞ്ഞത് ചോദിച്ചു. ടീച്ചർ വെച്ച് തടിയുണ്ടായിരുന്നു. ടീച്ചർ ക്ലാസ് റൂമിലേക്ക് വന്നപ്പോ ഞാൻ തടിച്ച ടീച്ചർ, കട്ട് ടീച്ചർ എന്ന് വിളിച്ചു. അപ്പൊ ടീച്ചർ കരഞ്ഞു, ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചിരിച്ചു. അന്ന് എൻ്റെ ടീച്ചർ വൈകുന്നേരം വരെ ഒരൊറ്റ ക്ലാസ്സും എടുത്തില്ല, മേശപ്പുറത്ത് തലയും വെച്ച് അങ്ങനെ വൈകുന്നേരം 4 മണി വരെ ഒപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇയാളെ കൈയൊടിച്ച് പറയാ, മനുഷ്യ, ഇവിടെയുള്ള നമ്മുടെ മുഹിബീങ്ങളോട്, പ്രവർത്തകരോട് കൈ നീട്ടിയിട്ട് നിങ്ങൾക്ക് നാട്ടിൽ പോയി തിരിച്ചു വരാനുള്ള ടിക്കറ്റ് നമുക്ക് എടുക്കാം, നിങ്ങൾക്ക് പോയി വരാനുള്ള ടിക്കറ്റ് നമുക്ക് സംഘടിപ്പിക്കാം. നിങ്ങൾ പോയിട്ട് നാട്ടിൽ ആ ടീച്ചർ ഉണ്ടോ എന്ന് ചോദിക്കും, ജീവിച്ചിരിപ്പുണ്ടോ ചോദിക്കണം. ടീച്ചറെ വീട്ടുമുറ്റത്തിൽ ചെന്നിട്ട് അവിടുത്തെ മോനാണെന്ന് പറയണം. നിങ്ങളത് ചെയ്യണം. എന്നാലേ ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉള്ളത് തരും. ഇയാള് പോയിന്ന് ഞാൻ ഈ നേതൃത്വത്തിൽ ഇരുത്തി, ഇബ്രാഹിം സാഹിബ് അടക്കമുള്ളവർ ഇരുത്തിയാൻ പറയല്ലേ. ഈ മനുഷ്യൻ എന്ത് ചെയ്തോ, ടിക്കറ്റ് എടുത്തു കൊടുത്തു, ഇയാള് നാട്ടിൽ പോയി. ടീച്ചർ ജീവിച്ചിരിപ്പുണ്ട്, ഒരു അമുസ്ലിം ടീച്ചറാ, ഒരു ഹൈന്ദവ സഹോദരിയാ. ആ ടീച്ചർക്ക് പ്രായമായിട്ടുണ്ട്. ഈ മനുഷ്യൻ ചെന്നിട്ട് ടീച്ചറെ വീട്ടുമുറ്റത്തിൽ ചെന്നിരുന്നു. ടീച്ചർ പുറത്തേക്ക് വന്നുവത്രേ. അപ്പൊ ടീച്ചറോട് ഇയാള് പറഞ്ഞു,
ഞാൻ അവിടുത്തെ മോനാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ അങ്ങനെ ടീച്ചറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ടീച്ചർ എന്താ മറുപടി പറഞ്ഞ, മോനെ അതെന്റെ മനസ്സിൽ നിന്ന് ഇന്ന് വരെ പോയിട്ടില്ല. പിന്നെ ആ ടീച്ചർ ഇയാളെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മോനക്ക് ഇന്ന് മുതൽ ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. ഇന്ന് ആ മനുഷ്യൻ നല്ല റാഹത്തിലാണ്. പേര് പറഞ്ഞതിൽ ചില ഉസ്താദുമാർക്കൊക്കെ അറിയാം. ഇന്ന് അയാൾ നല്ല റാഹത്തിലാണ്. അതേ സ്ഥാനത്ത് നോക്കി നിങ്ങൾ, അന്ന് ആ ടീച്ചറെ വേദനിപ്പിച്ചതിന്റെ ഫലം പൊരുത്തപ്പെടിക്കുന്നത് വരെ എവിടെയും കുടുംബത്തിൽ സന്തോഷമല്ല, ഭാര്യ മക്കളിൽ റാഹത്തില്ല, നാട്ടുകാരുടെ സന്തോഷമല്ല, എവിടെയും പ്രശ്നമാണ്. ജോലി സ്ഥലത്ത് പ്രശ്നം, എല്ലാ സ്ഥലത്തും പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ആരുടെ കുരുത്തക്കേട് വാങ്ങാൻ പോകും.